പിന്നെ എൻ്റെ പേര് ബീന കേട്ടോ. ഇന്ന് നമുക്ക് ഇവന്മാരുടെ ഒരു ഹോസ്റ്റലൊരു കുളി കണ്ടാലോ, കുളി സീൻ കണ്ടാലോ. കഴിഞ്ഞ ഒരു മാസമായിട്ട് കുളിയും നനയൊന്നും ഇല്ലാതിരിക്കുക ഈ കൊച്ചു കുരുടന്മാർ കേട്ടോ. കാരണം ഭയങ്കര മഴയായിരുന്നു, നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് കുളിപ്പിച്ചില്ല. അപ്പം സ്കിന്നും ഹെയറും ഒക്കെ വൃത്തികേടായിരുന്നു. അപ്പോൾ ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു, എന്നാൽ ഒന്ന് കുളിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇവന്മാരെ കുളിപ്പിക്കുന്ന ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഷാമ്പൂ ഒക്കെ ഇട്ടാണ് കുളിപ്പിക്കുന്നത്. ഭയങ്കര മണമൊക്കെ വേണം, നല്ലത് മാത്രമേ അവർ ഉപയോഗിക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവർ നമ്മളെ ചീത്ത വിളിക്കും. എന്നിട്ട് ഈ ഷാമ്പൂ വെള്ളത്തിലോട്ട് കലർത്തിയിട്ടാണ് മേത്തോട്ട് തേച്ച് പിടിപ്പിക്കുന്നത്. തേച്ച് പിടിപ്പിച്ച് ഒത്തിരി വെയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി നേരം വെച്ചേക്കും, തേച്ചൊക്കെ ഇച്ചിരി നേരമൊക്കെ വെച്ചേക്കും കേട്ടോ. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കും, കാരണം തണുപ്പ് പിടിക്കുന്നതാലോ എന്ന് എഴുതിയിട്ട്. ഇന്നൊരു ദിവസത്തെ വെയിലല്ലേ ഉള്ളൂ, ആൾറെഡി എല്ലായിടവും തണുത്തൊക്കെ കിടക്കുക. അതുകൊണ്ട് ഇത് ഡോറയാണ് കേട്ടോ, നിങ്ങൾക്കറിയാമല്ലോ, മുത്തശ്ശി. അതുകൊണ്ട് അവിടെ മേത്തെല്ലാം ഉണ്ടല്ലോ ഈ ഓയിൽമെൻറ്റ് തേച്ച് വെക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനത്തെ കാരണം അവരുടെ സ്കിന്നും വാലും ഒക്കെ പൊട്ടാൻ തുടങ്ങി, വയറ് ഭാഗമൊക്കെ നല്ലതായിട്ട് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈച്ച കയറി മുട്ടയിടാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തേച്ച് വെക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ട് വാലിൻ്റെ ഭാഗമൊക്കെ ഒരുപാട് പൊട്ടാൻ തുടങ്ങി, ഇരിക്കുമ്പോഴും ഒക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞിന്. അപ്പം നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മൾ ഡോക്ടറെ അടുക്കലൊക്കെ കാണിക്കും, പക്ഷേ ഡോക്ടർ പറഞ്ഞ് ഇങ്ങനെ പൊട്ടുന്നതൊക്കെ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ ഈ വിറ്റാമിൻ ഗുളികകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നാലും ഭയങ്കര ഉഷിരാണ് കേട്ടോ. കണ്ണൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ച് അങ്ങനെ തപ്പി തടഞ്ഞിട്ട് എല്ലാം പോവുകയും ചെയ്യും കേട്ടോ. ആദ്യം തന്നെ ഇവന്മാരെ രണ്ട് അളിയന്മാരെയും കുളിപ്പിച്ച് ആദ്യം കൊണ്ടിട്ട്, അല്ലെങ്കിൽ അവന്മാർ ആ പെണ്ണിനെ അവിടെ അങ്ങ് നിന്ന് കുളിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ഇവനുണ്ടല്ലോ പുറകിൽ കൂടെ വന്നിട്ട് നമ്മൾ ഇരിക്കുവാണെങ്കിൽ മൂത്രം ഒഴിച്ചിട്ട് പോകും നമ്മുടെ മേത്തോട്ട്. അത്ര കുരുത്തക്കെട്ടവനാ ആ കാല് വയ്യാത്തവനാ. മറ്റേ കാവും പാവം കേട്ടോ. അവനാണ് എത്ര നേരം വേണേലും നമുക്ക് നിന്ന് തരും. അവൻ ഓടത്തില്ല, കാരണം അവന് പേടിയാണ് വീഴുമോ എന്നുള്ളത്. ആണ്ട് ഡോറയാ. ഇവിടെ അങ്ങ് മേലൊക്കെ ഒത്തിരി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പെതുക്കെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാലിൻ്റെ വെള്ളയൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കൂട്ടായിപ്പോൾ അങ്ങ് സ്കിന്നൊക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴുകി നല്ലോണം തുടച്ച് നല്ല തുണിയിട്ട് നല്ലതായിട്ട് അങ്ങ് തുടച്ചിട്ട് ഇനി ഓയിൽമെൻറ്റൊന്നും തേക്കത്തില്ല, നാളെ തേക്കത്തുള്ളൂ. കാരണം ഇനി ഈച്ചയൊന്നും വന്നിരിക്കത്തില്ല. നാളെ ഇനി പിന്നെ ഈ വെള്ളമൊക്കെ ഇതിനകത്തുനിന്ന് വരാൻ തുടങ്ങും, ഈ മുറിവേന്നൊക്കെ. അന്നേരം നമ്മൾ അവിടോട്ട് പിന്നെ ഓയിൽമെൻറ്റ് തേച്ച് ബെറ്റാഡിൻ പൗഡറൊക്കെ ഇട്ട് എല്ലാ ദിവസവും ചെയ്യണം. കണ്ണും എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കണ്ണുമൊക്കെ എല്ലാ ദിവസവും ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഈച്ച കയറി മുട്ടയിടാൻ തുടങ്ങും. അത് ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ ഇഷ്ടം പോലെ ഈച്ചയാണ് കേട്ടോ. മഞ്ഞ് സമയത്തും ഒക്കെ ഈച്ച കൂടുതലുള്ള സമയമാണ്. അപ്പോൾ ഈച്ച ഈ മുട്ടയിട്ട് വെക്കും. മുട്ടയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അത് വിരിഞ്ഞ് പുഴുവായിട്ട് അതിൻ്റെ മാംസം കഴിക്കും. ഭയങ്കര വേദനയാണ്. അത് നമ്മൾ എല്ലാ ഡോഗിനെയും നോക്കണം, പ്രത്യേകിച്ച് നമ്മൾ വളർത്തുന്ന ഡോഗുകൾ. കാരണം അവർക്ക് ഒന്നും അറിയത്തില്ല, എല്ലാം. അതേസമയം സ്ട്രീറ്റ് ഡോഗ് ആണെങ്കിൽ അവർക്ക് അറിയാം, അവർക്ക് ഇതിനൊക്കെ ഏതോ മറുമരുന്നൊക്കെ അവർക്ക് തന്നെ അറിയാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ. എന്ന് വെച്ചാൽ ചാരത്തിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ പുല്ലിനകത്തൊക്കെ പോയി എന്തൊക്കെ ചെയ്യുന്നത്. ഇവിടെ കുട്ടപ്പായി ഉണ്ടല്ലോ, തിന്ന് കഴിയുമ്പോൾ പുല്ലിനകത്തൊക്കെ കൊണ്ടുപോയി മുഖമൊക്കെ തുടയ്ക്കുന്ന കാണണം, മേലൊക്കെ തുടയ്ക്കുന്നതും മോശം ചെയ്തിട്ട് വന്നിട്ടും അവൻ വൃത്തിയാക്കുന്ന കാണണം. പക്ഷേ ഇവിടുന്ന് നമ്മൾ വളർത്തുന്ന റോട്ടിനും ഇതിനൊന്നും അവർക്ക് അറിയത്തില്ല. അവർ തിന്നച്ച് വായുടെ അവിടെ ഇരുന്നാലും അവർക്കൊന്നും നക്കി തുടച്ച് വൃത്തിയാക്കാനൊന്നും അറിയത്തില്ല. പക്ഷേ സ്ട്രീറ്റ് ഡോഗ് അങ്ങനെയല്ല കേട്ടോ. അതുപോലെ തന്നെ ഇവളെ ഇങ്ങനെ പറഞ്ഞു വന്നത്, ഇവളെ ഇങ്ങനെയാണ് നമ്മളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരു 2 ദിവസം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നോക്കിക്കോ, അവിടെ മാംസം അത്രയും ഇങ്ങനെ ഹോള് പോലാകും. കാരണം ഈച്ച മുട്ടയിട്ടിട്ട് പുഴുവായിട്ട് അത് ഒരു ദിവസം പോലും നോക്കാതിരുന്നാൽ അങ്ങനെ ആകും. അതെല്ലാ ഡോഗിനും അങ്ങനെ തന്നെ കേട്ടോ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഡോഗിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ അവിടെ മുട്ടയിട്ട് വിരിഞ്ഞ്, ചിലപ്പോൾ ഈ കണ്ണിൻ്റെ അവിടെ വന്ന് ഈച്ച ഇരിക്കും, വായുടെ അവിടെ വന്ന് മുട്ടയിരിക്കും. നമ്മളതൊക്കെ നോക്കണം. വെള്ള പോലെ ഇങ്ങനെ നമ്മുടെ ചുണ്ണാമ്പ് പോലെ മുട്ടയിട്ട് വെക്കുന്നത്. എന്നിട്ട് ഇവളെ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി ഇവക്ക് 2 പ്രാവശ്യം ഷാമ്പൂ ഒക്കെ ഇട്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് മേത്ത് അഴുക്കെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓയിൽമെൻറ്റൊക്കെ പുരട്ടുന്നതിൻ്റെ അഴുക്കൊക്കെ കേട്ടോ. പിന്നെ ഇവക്ക് കണ്ണും കാണാൻ വയ്യാത്തതുകൊണ്ട് ഫുഡിനകത്തൊക്കെ വന്ന് വീഴുകയും പിന്നെ മോഷനകത്ത് കയറി ചവിട്ടുകയൊക്കെ ചെയ്യും. നമ്മൾ എത്ര മാറ്റി വെച്ചാലും കുളിപ്പിച്ച്
തുടച്ച് പിള്ളേരെ പോലെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ഇനി കൊണ്ടുപോയി കിടക്കും. ഇനി കുറേ നേരം കിടന്ന് ഉറങ്ങും കേട്ടോ.